വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ചെറിയൊരു ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിയിലെ കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങള് കടന്നു വരുന്നു. കർത്താവ് ഞങ്ങളോട് അവിടുന്ന് ഹൃദ്യമായി സംസാരിക്കണം. അപ്പച്ചന്റെ കരം ഞങ്ങളോട് ചേർന്നിരിക്കണം. ഞങ്ങൾ ഇത് വചനം ചിന്തിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് നിത്യജീവനായിട്ട് ഭവിപ്പാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അവിടുന്ന് നാവോട് ചേർന്നിരിക്കണം. കർത്താവെ, മാനുഷികമായിട്ടുള്ള ഒരു ചിന്തകൾ വരുവാൻ ദൈവം അവിടുന്ന് സമ്മതിക്കാതെ അപ്പച്ച അവിടുന്ന് തന്നെ സംസാരിക്കണമേ. അപ്പ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അപ്പ ജീവനും ആത്മാവുമായി വ്യാപരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തണമേ. ആമേൻ. നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിയിലെ കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കർത്താവ് ആദ്യമായിട്ട് ചെയ്ത അത്ഭുതം ആണ് നമുക്കറിയാം. കാനായിലെ കല്യാണത്തില് വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി മാറ്റുന്ന ഒരു സംഭവത്തോടനുബന്ധിച്ച് അതിന്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ ഇത് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് കർത്താവ് ഈ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായത്. അപ്പോൾ കർത്താവ് അത്ഭുതങ്ങളോട് ചേർന്ന് എപ്പോഴും ഒരു അടയാളവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും അത്ഭുതങ്ങളുടെ പുറകെ പോകാനാണ്, അല്ലെങ്കിൽ അത്ഭുതം നമ്മുടെ കണ്ണിന് ആശ്ചര്യമുളവാക്കുന്ന കാര്യങ്ങളെ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അത്ഭുതം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നാൽ കർത്താവ് അത്ഭുതങ്ങളിലൂടെ നമ്മളോട് ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ ശിഷ്യന്മാർക്ക് ഇവിടെ യേശു കർത്താവ് അത്ഭുതം കാണിച്ചു. അതിന്റെ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു അടയാളമായിട്ട് ഇത് ആരംഭത്തിൽ ചെയ്തെന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വത്തെ അവന് വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് കാണാം, കർത്താവ് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ അവർക്ക് വീഞ്ഞ് ഇല്ല. അപ്പോൾ അവരുടെ ആ ഭവനത്തിന്റെ ഒരു കുറവ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് ആ കുറവിനെ പരിഹരിച്ചു, അല്ലെ? കർത്താവ് ആ കുറവിനെ പരിഹരിച്ച് അവരുടെ ശിഷ്യന്മാര് വെള്ളം കോരിക്കൊണ്ട് വന്നു. ആ വെള്ളം വിരുന്നുവാഴിക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ അത് ആ വെള്ളം വീഞ്ഞായിട്ട് മാറിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോരിയവർക്ക് മാത്രമേ അറിയാവൂ, ഈ ശുശ്രൂഷ ഈ വെള്ളം കോരിക്കൊണ്ട് വന്നവർക്ക് മാത്രമേ അറിയാവൂ ഇത് എവിടെ നിന്നാണ് കോരിക്കൊണ്ട് വന്നതെന്ന്. കോരി നിറച്ചു, വാക്കോളം നിറച്ചു, ഇനി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വിരുന്നുവാഴി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എന്താ, ഇത് നല്ല വീഞ്ഞാണെന്ന് അഭിപ്രായം പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നമുക്കറിയാം, വെള്ളത്തിന്റെ ഒരു ക്വാളിറ്റി, വെള്ളത്തിന്റെ നിറം, വെള്ളത്തിന്റെ ഗുണം എല്ലാം വ്യത്യസ്തമാണ്. വീഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം രണ്ട് ഡിഫറെന്റ്. എന്നാൽ വെള്ളത്തിന്റെ എല്ലാം ടോട്ടലി ഒരു മാറ്റമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. വെള്ളത്തെ ടോട്ടലി മാറ്റി ഒരു വീഞ്ഞായിട്ട് മാറുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ അത്ഭുതമാണ് കാണിച്ച് ആ വീടിന്റെ കുറവ് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവ് ഒരു അടയാളം അതിനകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്, ഇല്ലേ? കർത്താവ് വെള്ളത്തെ മാറ്റി വീഞ്ഞാക്കി. അപ്പോൾ രൂപാന്തരപ്പെടുത്താനായിട്ടാണ് കർത്താവ് വന്നത്. അതായത് പാപിയായ മനുഷ്യനെ ചേറ്റിലും അല്ലെ ചെളിയിലും നാറ്റം വമിക്കുന്ന ആ ഒരു അവസ്ഥയില് ആർക്കും നോക്കാനും ആർക്കും ഇഷ്ടപ്പെടാത്ത, ആരുടെ കണ്ണിനും ഒരു കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്ത ഒരു വികൃതമായിരുന്ന ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് സ്വർഗത്തിലെ മഹിമകളെ എല്ലാം വിട്ടിട്ട് നമ്മളെ കണ്ടിട്ട്, നമ്മളുടെ അവസ്ഥകളെ കണ്ടിട്ട് രക്ഷപ്പെടുവാനായിട്ട് ഒരു കഴിവുമില്ലാത്ത, നമ്മളെ
കണ്ട് ബലഹീനരും പാപികളും അഭക്തരും അല്ലെ കർത്താവിനോട് ശത്രുക്കളുമായിരുന്ന ആ ഒരു സമയത്ത് കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം ഇല്ലേ, അവന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ വിടിവിക്കുവാനായിട്ടിടയായിരുന്നു. അവൻ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുന്നു. അപ്പൊ പാപിയെ വിശുദ്ധനാക്കി മാറ്റും. പാപിയും വിശുദ്ധനും തമ്മിൽ എന്തൊരു ഡിഫറൻസ് ആണ് ഇല്ലേ. അപ്പോൾ ടോട്ടലി ഒരു പാപിയായ മനുഷ്യനെ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വസിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു വിശുദ്ധനാക്കി മാറ്റി ദൈവത്തിന്റെ സന്നിധാനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് കർത്താവ് നമ്മളെ നിർത്തും അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ വിളി. അപ്പോൾ ആ ഒരു രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാര്യം കർത്താവ് ഈ അത്ഭുതത്തിനകത്തിലൂടെ കർത്താവ് പറയുന്ന ഒരു അടയാളമാണ് അല്ലെ. പാപിയെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകനാണ് അല്ലെ, രൂപാന്തരപ്പെടുത്താൻ. ആർക്കും ചെയ്യുവാൻ കഴിയാത്തൊരു പ്രവൃത്തി, ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും അല്ലെ. ടോട്ടലി ഒരു മാറ്റം. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു ആ അവസ്ഥകളെല്ലാം മാറ്റി നമ്മളെ ഒരു വ്യത്യസ്തനാക്കി മാറ്റാനായിട്ടാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തി അല്ലെ. അവിടെ വെള്ളം കോരി വെച്ച ശിഷ്യന്മാരാണ്. അപ്പൊ അവർക്ക് മാത്രമേ അറിയൂ ഈ വെള്ളം എവിടുന്നാ കോരിയെന്ന് അല്ലെ. പിന്നീട് കേൾക്കുന്നത് എന്താണ്, ഇത് നല്ലൊരു വീഞ്ഞാണെന്ന്. അപ്പൊ ആ ശിഷ്യന്മാര് ആ മഹത്വം കണ്ടിട്ട്, കർത്താവ് ഒരു മഹത്വം അവന്റെ മഹത്വമാണ് അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അല്ലെ. ദൈവത്തിന്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തിയത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ വരുത്തിക്കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യം, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വിളി അതാണ് അല്ലെ. നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്താൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിളിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ ഒറ്റയടിക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല അല്ലെ. രൂപാന്തരങ്ങൾ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ വരുവാനും ദൈവമഹത്വം വെളിപ്പെടുവാനും ഒക്കെ ഇടയാകട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ചു. ഇതിനോട് സംബന്ധിച്ച് നമ്മൾ ദൈവമഹത്വം കാണണം അല്ലെ. നമ്മൾ അപ്പോഴാണ് അല്ലെ, ആ ഒരു ഭവനത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ആ ഭവനത്തിനൊരു കുറവുണ്ട് അല്ലെ. ആ കുറവിനെ പരിഹരിക്കണമെന്ന് മാത്രമാണ് ആ ഭവനത്തിലെ ആൾക്കാരുടെ ഒരു ഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ കർത്താവ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഓരോ വിഷയങ്ങൾ കാരണമാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത് അല്ലെ. ചിലർ തകർക്കപ്പെട്ടവരായിട്ട് ബുദ്ധിമുട്ടിലും ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടുന്നത്. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളിലൂടെ അവന്റെ അടയാളവും നമ്മൾ കാണണം, അവന്റെ മഹത്വം നമ്മൾ കാണണം. അങ്ങനെ നമ്മൾ അവനിൽ ഏറിയ വിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ. അപ്പം അത്ഭുതം മാത്രം കണ്ടിട്ട് നമ്മൾ മടങ്ങി പോകുവാനായിട്ട് ഇടയാകരുത്. അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കരുത്. അടയാളവും കാണണം അല്ലെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന അടയാളങ്ങൾ നമ്മൾ കാണുവാനായിട്ടും നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു അല്ലെ. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തക്ക ദൈവമഹത്വം വെളിപ്പെടണം ഇല്ല. നമ്മുടെ കുറവ് പരിഹരിക്കുന്നതും നമ്മുടെ ബുദ്ധിമുട്ട് മാറുന്നതും നമ്മുടെ കഷ്ടത മാറുന്നതും ഒക്കെ അത് വേണം നമുക്ക്. പക്ഷെ അതിനകത്തിലൂടെ ഇല്ലേ ദൈവത്തിന്റെ മഹത്വവും നമ്മൾ കാണണം ഇല്ലേ. അപ്പോ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസങ്ങളും വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നു. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല, കർത്താവ് അവരുടെ നിലവിളികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിരാശയോടുകൂടി മടങ്ങി പോകുന്ന ഒരു ജനസമൂഹം. അപ്പോൾ നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വന്നത് അത്ഭുതങ്ങൾ മാത്രം കാണാനും അത്ഭുതങ്ങളിലൂടെ കർത്താവിന്റെ മഹത്വം കാണാനും അവനിൽ വിശ്വാസം വർദ്ധിക്കുവാനും ഇടയാകണം. ദിവസങ്ങളിൽ കർത്താവിന്റെ മഹത്വം കാണാൻ നമ്മൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തണം. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മാത്രമല്ല, ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം കണ്ടവരാരും ദൈവത്തെ വിട്ടിട്ട് ഒരിക്കലും മടങ്ങി പോകുകയില്ല.
ശിഷ്യന്മാർ വിശ്വസിച്ചു, അവനെ പിൻപറ്റുവാൻ ഇടയായി. പിന്നെ പോകുന്നിടത്തൊക്കെ കർത്താവിനെ പിൻപറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കർത്താവിന്റെ മഹത്വം ആണ് നമ്മൾ കാണുന്നത്. അത്ഭുതങ്ങൾ മാത്രം ഒതുങ്ങി പോകരുത്. അത്ഭുതങ്ങളിലൂടെ കർത്താവിന്റെ മഹത്വം കാണാനും നമ്മുടെ വിശ്വാസം അനുദിനം വർദ്ധിക്കുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അതിനോട് സംബന്ധിച്ച് തന്നെ നമുക്ക് കാണാം. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തില് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പത്രോസിന്റെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല, ഇല്ലേ? അപ്പോൾ കർത്താവ് പടകിൽ വരികയും പടകിൽ വന്ന് അവിടെ കർത്താവ് ശുശ്രൂഷിക്കുന്നതായിട്ടും അത് വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പത്രോസിനോട് പറയുന്നുണ്ട്, വല ഇറക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വാക്ക് കേട്ടിട്ട് വല ഇറക്കുകയും വല കീറിപ്പോകുമാറ്, ഇല്ലേ, ഉള്ള മീന് പിടിക്കുവാനും ഒക്കെ പത്രോസിനിടയായി. അപ്പോൾ 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കാം. അതിനകത്തിൽ എഴുതിയിരിക്കുന്ന പത്രോസ് അത് കണ്ടിട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നുണ്ട്, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. ശീമോൻ പത്രോസിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു അത്ഭുതമായി ചെയ്തത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, ഇല്ലേ? ശൂന്യമായ പടകും ശൂന്യമായ കരങ്ങളോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങി പോകേണ്ട ഒരവസ്ഥയാണ്. അതായത് നിരാശനായിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവിനെ കാണുവാനും കർത്താവുമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പത്രോസ് അത്ഭുതം കാണുക, ഇല്ലേ? രാത്രി മുഴുവൻ താന് അവിടെ വല ഇറക്കി, എല്ലായിടത്തും വല ഇറക്കി. ഇനി വല ഇറക്കാനായിട്ട് ഒരു സ്പേസും ഇല്ല. എവിടെയാ മീൻ വരുന്നത്, എവിടെയാ വല ഇറക്കേണ്ടതെന്നൊക്കെ നന്നായിട്ട് പത്രോസിന് അറിയാം. പക്ഷേ കർത്താവിന്റെ ഒറ്റ വാക്കിനാൽ ആഴത്തിലേക്ക് വല ഇറക്കാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ച് അങ്ങനെ വല ഇറക്കിയപ്പോൾ വലിയ അത്ഭുതം, താൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മീൻപിടുത്തം അന്ന് ആ വലയിൽ കുടുങ്ങി, അല്ലെ? തനിക്ക് അത് വലിച്ചെടുക്കുവാനായിട്ട് കഴിയാതെ വല പോലും കീറുന്ന രീതിയിൽ അവരത് അതിന് സഹായിക്കാൻ അവര് കൂട്ടാളികളെ ഒക്കെ വിളിക്കുന്നുണ്ട്. നമുക്കതെല്ലാം അറിയാം, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ പത്രോസ് ഇതെല്ലാം കണ്ടിട്ട് പത്രോസ് ചെയ്തത് മാത്രം നമുക്ക് ചിന്തിക്കാം. പത്രോസ് യേശുവിന്റെ കാൽക്കലോട്ട് വീഴുകയാണ്. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അത്ഭുതം ചെയ്തു പത്രോസ് യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ മഹത്വം കണ്ടു. ആ മഹത്വം കണ്ടിട്ട് പത്രോസിന് എന്താ പറയുന്നത്, കർത്താവിന്റെ കാൽക്കിലേക്ക് വീഴുക. പക്ഷെ ഞാൻ തോറ്റു, ഇല്ലേ? എന്റെ അധ്വാനം എല്ലാം നിഷ്ഫലമായി, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, പക്ഷെ നിന്റെ ഒരു വാക്ക് കേട്ട് വലയിറക്കിയപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു അത്ഭുതം കാണാനായിട്ട് ഇടയായി. പക്ഷെ പത്രോസ് പറയാ, ഞാന് ഒരു പാപിയായ മനുഷ്യനാ, നിന്റെ സന്നിധിയിൽ എനിക്ക് നിൽക്കാനുള്ള യോഗ്യത ഇല്ല, ഇല്ലേ? നിന്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക്, അവന്റെ കാൽക്കിലേക്ക് വീഴുകയാണ്, പറയാം, ഞാൻ പാപിയാണ്. അപ്പോൾ ദൈവ മഹത്വം വെളിപ്പെടുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഏറ്റുപറയുന്നത്, ഞാൻ പാപിയാണ്, അല്ലേ? അപ്പൊ ഇനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എന്റെ പുറമേ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന പുറമേ ഉള്ളത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ അതെല്ലാം ഒന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ ഹൃദയം ആർക്കും അറിയത്തില്ല. പക്ഷെ കർത്താവ് അകവും പുറവും എല്ലാം അറിയാവുന്ന ഒരു കർത്താവിന് മുമ്പിലോട്ടാണ് നമുക്ക് അവന്റെ സന്നിധിയിൽ ഒന്നും മറയ്ക്കാനായിട്ടില്ല. അവന്റെ ആ മഹത്വത്തിന്റെ മുമ്പില് ഒന്നും നമുക്ക് മറയ്ക്കാനായിട്ടില്ല. പത്രോസ് പറയാം, ഇനി നിൽക്കാൻ പറ്റില്ല, അല്ലേ? ഞാൻ കാൽക്കലേക്ക് വീഴുകയാ, കർത്താവ്, ഞാൻ തോറ്റു,
ഇല്ലേ? എന്റെ അധ്വാനം ഞാൻ നിൽക്കാനായിട്ട് നമ്മുടെ ഒരു അധ്വാനമുണ്ട്. ദൈവസന്നിധി നിൽക്കാനായിട്ട് നമ്മുടെ സ്വയം ഒരു അധ്വാനം ഇല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നമ്മുടെ അധ്വാനം അതുപോലെ കർത്താവിന് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അധ്വാനിക്കുന്നതൊക്കെ ശൂന്യമാണ്, ഇല്ലേ? കർത്താവിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നമുക്ക് ആർക്കും നിൽക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷേ കർത്താവ് പറയുന്ന വാക്ക് ഭയപ്പെടേണ്ട. ഇന്ന് നീ ഭയപ്പെട്ടിട്ടാണ് എന്റെ സന്നിധി നിൽക്കുന്നത്. പക്ഷെ ഇതുപോലെ അല്ലെ, നീ ഇപ്പൊ മീൻ പിടിക്കുന്നവനാ, പക്ഷെ നീ അനേകരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഞാൻ നിന്നെ, അല്ലെ? അപ്പം പറയും, നീ ഇപ്പോൾ മനസ്സിലാക്കി ഇല്ലേ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കാൽക്കലേക്ക് വീണ് ഞാനൊരു പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന് കർത്താവ്, ഞാൻ അവിടെ എഴുതിയിട്ടില്ല, ഞാൻ എന്റെ ഭാവനയിൽ പറയാ. കർത്താവ് പറയുന്ന ഭയപ്പെടേണ്ട, ഞാന് നിന്നെ വിട്ടിട്ട് പോവാനല്ല വന്നത്, ഇല്ലേ? നിന്നെ രക്ഷിക്കാനാണ്, നിന്റെ കൂടെ വസിച്ച് നിന്നെ ഞാൻ മാറ്റിയെടുക്കാനായിട്ട് വന്നതാണ്, ഇല്ലേ? അപ്പോൾ നീ മാറിക്കഴിഞ്ഞിട്ട് എന്താണ്? നിനക്ക് കൃപ തരാനാണ് ഞാൻ വന്നത്, ഇല്ലേ? അപ്പോൾ കൃപ ചെയ്ത് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്, ഇല്ലേ? അപ്പോ നീ ഇതുപോലെ പാപത്തിൽ കിടക്കുന്ന അനേകരെ ക്രിസ്തുവിലേക്ക്, ആ കൃപയുടെ ദൂതുവാഹകനായിട്ട് അനേകരെ കർത്താവിലേക്ക് കൂട്ടി വരുത്താനായിട്ട്, അനേകരെ ഇപ്പം ഈ വല കീറുന്ന പോലെ മത്സ്യം കയറി വന്നല്ലോ, അതുപോലെ കർത്താവിന്റെ അടുത്തേക്ക് അനേകരെ കൂട്ടി വരുത്താനാണ് ഞാൻ നിന്റെ പടകിലേക്ക് വന്നത്. അപ്പോൾ കർത്താവ് ഒരു മനുഷ്യനെ അവന്റെ അവസ്ഥകളെ, അവന്റെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതോടൊപ്പം ഈ മഹത്വം കണ്ടിട്ട് പത്രോസ് ചെയ്യുന്നത് അപ്പം തന്നെ എന്താണ്? സകലവും വിട്ടിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ കർത്താവിന്റെ മഹത്വം യഥാർത്ഥമായിട്ട് കണ്ട ഒരു മനുഷ്യൻ എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ അധ്വാനം, ഇല്ലേ, നമുക്ക് സ്വയമായിട്ട് ഒന്നും അധ്വാനിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം, അതെല്ലാം എന്താ? നമ്മുടെ ആത്മീയ ദാരിദ്ര്യങ്ങളെ മനസ്സിലാക്കാൻ, ആത്മാവിന്റെ ശൂന്യതകളെ മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക്, ആ മഹത്വത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, ഇല്ലേ? ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദാരിദ്ര്യങ്ങളെല്ലാം വെളിപ്പെട്ടു വരുവാനായിട്ട്, നമ്മുടെ ആ ശൂന്യതകൾ, നമ്മൾ ഒന്നും അല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പോലും നമുക്ക് കഴിയില്ല. പക്ഷെ കർത്താവ് പറയുന്നത്, നമ്മളെ കൃപ തന്ന് നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിർത്തുവാനും അനേകരെ ഈ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുമായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പാപിയായ ഒരു മനുഷ്യനെ തേടി ഇറങ്ങി വന്ന് നമ്മളോട് കർത്താവ് പറയുന്നതാണ്. അപ്പോൾ കർത്താവ് ഇത്രയും കാര്യങ്ങൾ, അവന്റെ മഹത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ നമുക്ക് ഇനി അവന്റെ മുമ്പിൽ, ഇനി പത്രോസ് എനിക്ക് ഒന്നുമില്ല, ഇനി എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ വിടുക, ഈ മഹത്വം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, ഇനി കർത്താവിന്റെ പിറകെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. ഇനി മുമ്പിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ നമുക്ക് കർത്താവ് യഥാർത്ഥമായിട്ട് കർത്താവിന്റെ മഹത്വം കാണണം, യഥാർത്ഥമായിട്ട് പാപബോധം വരണം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളൊന്നും അല്ലെന്നുള്ള നമ്മുടെ അധ്വാനങ്ങളൊന്നും എല്ലാം നിഷ്ഫലമാണെന്ന് ഗ്രഹിക്കണം. നമ്മുടെ സ്വയത്തിലും ജഡത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എല്ലാം ശൂന്യമാണ്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ നമുക്ക് അനുദിനം കർത്താവെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാനും പുകഴാനും ഒന്നുമില്ല. കർത്താവിന്റെ മഹത്വത്തിന് മുമ്പിൽ നിൽക്കാൻ പോലും നമുക്ക് കഴിയില്ല, പിന്നെ എങ്ങനെയാണ് നമുക്ക് പ്രശംസിക്കാനായിട്ട് കഴിയുന്നത്? അപ്പൊ അവന്റെ മുമ്പിൽ എല്ലാം നഗ്നതും മലർന്നതുമായിട്ട് കിടക്കുന്നത് നമ്മൾ വായിക്കുന്നു. അപ്പോൾ കർത്താവിനോട്, കർത്താവെ, ഇതെല്ലാം ആ മഹത്വം എന്നെ കാണിക്കണം, ഇല്ലേ? ആ മഹത്വത്തിൽ ലൂടെ നമ്മളെ കാണാന്, നമ്മള് അങ്ങനെ കർത്താവിനെ അനുഗമിക്കുവാന്, ഒന്നുമല്ല ഈ ലോകവും നമ്മുടെ ചുറ്റുപാടും, നമ്മൾ പലതും നമുക്ക് ഉണ്ടെന്നും നമ്മുടെ അധ്വാനങ്ങളെല്ലാം നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് സഹായിക്കുമെന്ന് വിചാരിക്കുന്ന ഒന്നും നിലനിൽക്കുന്നതല്ല. അപ്പൊ എല്ലാം വിട്ട്
കർത്താവിന്റെ മഹത്വത്തിന്റെ പിന്നാലെ പോകാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു ഒരു മഹത്വത്തെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എസ്കേലിന്റെ പ്രവചനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത കണ്ടിട്ട് അതുകൊണ്ട് അവൻ കമന്നു വീണ് തന്നോട് സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും അവൻ കേട്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എസ്കേൽ പ്രവാചകനെ കുറിച്ച് പ്രവാസികളുടെ ഇടയിൽ കേബാർ നദീതീരത്ത് ദുഃഖത്തോടും നിരാശയോടും എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ആയിരുന്ന അവസ്ഥയിലാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത കാണുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എസ്കേൽ പുരോഹിതനായിരുന്നു. അപ്പൊ ആലയത്തിലെ ദൈവമഹത്വവും ആരാധനയും പുരോഹിതനാണ്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോ ഒന്നുമില്ല. പ്രവാസികളുടെ ഇടയിൽ അന്യദേശത്താണ്, ആരാധനയില്ല, ആലയമില്ല, ദൈവമഹത്വം കാണാനില്ല, അല്ലേ, ദൈവശബ്ദം കേൾക്കാനില്ല. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥയില് എല്ലാം വിട്ടിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ആ മഹത്വ പ്രത്യക്ഷത എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഒരു നിരാശനായിട്ട് ഇരിക്കുന്ന സമയത്താണ് കർത്താവിന്റെ ആ മഹത്വത്തെ കാണാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ എസ്കേലിന്റെ ഒരു ചിന്ത എന്ന എന്റെ ഭാവനയെ ഞാൻ പറയാം, അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമേ യഹോവയുടെ മഹത്വം ഇറങ്ങി വരികയുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ഞങ്ങൾ കാണുക? യെരൂശലേം ദേവാലയം ഇവിടെയില്ല, ഇവിടെ കർത്താവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി വരുമോ? അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഒരു പക്ഷേ നിരാശനായിരിക്കാം, പ്രത്യാശകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ നമ്മുടെ പരിധികളെ, നമ്മുടെ ചിന്തയുടെ പരിധിയില് ദൈവത്തിന്റെ മഹത്വത്തെ ഒതുക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കഴിവുകൾക്കൊക്കെ അപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. അപ്പോൾ അവിടെ ആ ദേശത്ത് കർത്താവിന്റെ മഹത്വത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് ആ മഹത്വ പ്രത്യക്ഷത കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എസ്കേല് കമന്ന് ദൈവസന്നിധിയിലേക്ക് വീഴുകയാണ്. അപ്പോൾ നമ്മുടെ അറിവോ, അല്ലെ, എസ്കേലിന്റെ അറിവ് ആലയത്തിൽ മഹത്വം വെളിപ്പെടുന്ന പരിചയമുണ്ട്, ഇല്ലേ, കണ്ടതുണ്ട്, കേട്ടതുണ്ട്, പരിചയിച്ചത് എല്ലാ കാര്യങ്ങളുണ്ട്, എല്ലാം പരാജയപ്പെട്ടു, ഇല്ലേ. ആ മഹത്വം കണ്ടപ്പോഴത്തേന് താൻ ഇതുവരെ ചിന്തിച്ചതും അനുഭവിച്ചതെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ ആ മഹത്വം കണ്ടപ്പോഴത്തേന് ദൈവസന്നിധിയിലേക്ക് വീഴുവാൻ, തനിക്ക് നിൽക്കുവാനായിട്ട് എനിക്കിനി ഒന്നുമില്ലായി, ഇല്ലേ, എന്റെ സകല ജഡവും എന്റെ സകല ചിന്തകളും എന്റെ വ്യാകുലങ്ങളും ആകുലങ്ങളും എന്റെ വിചാരങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇനി കർത്താവേ നീ മാത്രം മതി, അല്ലെ, നമ്മൾ പാടുന്ന പോലെ നീ മാത്രം മതി, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വീഴും. അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുമാറാക്കി നമ്മൾ വായിക്കും. അപ്പോൾ നമ്മുടെ ജഡം കൊണ്ട്, നമ്മുടെ സാമർത്ഥ്യം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ വാക്ചാതുര്യങ്ങൾ കൊണ്ടോ ഒന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ആത്മാവ് വന്ന് നിവർന്ന് നിൽക്കുമാറാക്കി നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ ആത്മാവ് നിവർന്ന് നിൽക്കുമാറാകട്ടെ. നമ്മൾ നേരിടുന്ന പ്രതികൂല പ്രതിസന്ധികളുടെ നടുവിലൊക്കെ നമുക്ക് നമ്മുടെ ജഡത്തിൽ ഞാൻ പരാജയപ്പെട്ടു, കർത്താവെ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആ മഹത്വം കണ്ടിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് വീഴാം. ഞങ്ങളൊന്നുമല്ല, കർത്താവ് നീ മാത്രം വലിയവൻ, നിനക്ക് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രശംസയും ബഹുമാനവും എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ആത്മാവിൽ എഴുന്നേൽപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദൂതുവാഹികളായിട്ട് പോകാനായിട്ട് കർത്താവ് ആത്മാവിൽ നമ്മളെ ഒരുക്കുവാനായിട്ട് ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ രൂപാന്തരവും കർത്താവിനെ അനുഗമിക്കാനും കർത്താവിന്റെ മഹത്വം കണ്ട് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം സന്നിധിയിലിരിക്കുന്നു. ആമേൻ.